الحمد لله يحب المحسن من عبادي ويضاعف له أجره والثواب. ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبد الله ورسوله كان أنفع الخلق للخلق فعدد به أهل الخير والصدق صلى الله عليه وسلم وعلى آله وصحبه إلى يوم إحقاق الحق. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الإخوان والأخوات أوصيكم إياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم മുസ്ലിമൂൻ. സ്നേഹാദരനരായ സത്യവിശ്വാസികളെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സത്യത്തിൽ എന്താണ് ഹിജ്റ എന്ന് പറയുന്നത്? അല്ലെങ്കിൽ മുഹാജിർ എന്ന് പറഞ്ഞാൽ ആരാണ്? ഹിജ്റ എന്ന് പറയുന്നത് നാം മനസ്സിലാക്കിയതുപോലെയുള്ള കേവലമായ ഒരു പാലായനമായിരുന്നില്ല, മറിച്ച് അതൊരു പറിച്ചു നടലാണ്, മഹാത്യാഗമായിരുന്നു. പ്രിയപ്പെട്ട പലതിനെയും പ്രിയപ്പെട്ടവരായ പലരെയും വിട്ടേച്ചുകൊണ്ടുള്ള ഹൃദയഭേദകമായ വല്ലാത്ത ഒരു യാത്രയായിരുന്നു ഹിജ്റ എന്ന് പറയുന്നത്. ഹൃദയം നുറുങ്ങുന്ന വേദനയോടെയല്ലാതെ ഒരു മനുഷ്യരും അതിനെ ഏറ്റെടുക്കുക സാധ്യമല്ല. ജോലി തേടിയോ കച്ചവട ആവശ്യാർത്ഥമോ നടത്തിയ ഒരു യാത്രയായിരുന്നില്ല ഹിജ്റ എന്ന് പറയുന്നത്. അത് വിശ്വാസ സംരക്ഷണാർത്ഥമുള്ള ഹൃദയവേദനയോടുകൂടിയുള്ള ഒരു യാത്രയായിരുന്നു. സത്യവിശ്വാസിയായി ജീവിച്ച് സൽക്കർമ്മങ്ങൾ മാത്രം ചെയ്ത് അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം കരസ്ഥമാക്കി മരിക്കാനുള്ള സ്വാതന്ത്ര്യം ലഭിക്കുന്നിടത്തേക്ക്, അത് ലഭിക്കാത്ത സ്ഥലത്ത് നിന്നുമുള്ള യാത്രയായിരുന്നു ഹിജ്റ എന്ന് പറയുന്നത്. അനിവാര്യമായ ഘട്ടത്തിൽ അവരത് വൈമനസ്യമില്ലാതെ ജീവിതത്തിനോട് ചേർത്ത് വെച്ചു. അവരുടെ മനസ്സുകളിൽ അള്ളാഹുവിനോടുള്ള സ്നേഹവും പരലോകലക്ഷ്യയും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുവേണ്ടി ഏതൊരുവിധ അഗ്നിപരീക്ഷയും നേരിടാൻ മുഹാജിറുകളായ ആളുകൾ തയ്യാറായി എന്നതാണ് പ്രിയപ്പെട്ട വിശ്വാസികളെ ചരിത്രം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോൾ ആരാണ് മുഹാജിർ? ആ മുഹാജിറുകളുടെ ജീവിതത്തിൽ നിന്നും നമുക്ക് സ്വീകരിക്കേണ്ട ഗുണപാഠങ്ങൾ എന്താണ്? ഇന്ന് നമ്മുടെ മുമ്പിൽ നമ്മുടെ ജീവിത സാഹചര്യം വെച്ചുകൊണ്ട് ഹിജ്റ ചെയ്യേണ്ട ഒരവസ്ഥയിലല്ല നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ നമ്മൾ ഓരോരുത്തരും നിത്യജീവിതത്തിൽ മുഹാജിറുകളായി ജീവിക്കേണ്ടതുണ്ട്. അത് എങ്ങനെയായിരിക്കണം? ഹിജ്റ എന്ന് പറയുന്നത് വെടിയുക, ഉപേക്ഷിക്കുക, പലായനം നടത്തുക എന്നൊക്കെയാണ് അർത്ഥം. ആദ്യം പറഞ്ഞ രണ്ട് അർത്ഥങ്ങൾ നമ്മെ ഉദ്ദേശിച്ചാണ്. വെടിയേണ്ടതുണ്ട്, ഉപേക്ഷിക്കേണ്ടതുണ്ട്. എന്തിനെയാണ് ഉപേക്ഷിക്കേണ്ടത്? എന്തിനെയാണ് മാറ്റി നിർത്തേണ്ടത്? നമുക്ക് ചുറ്റും നടമാടിക്കൊണ്ടിരിക്കുന്ന തിന്മകളെ തൊട്ട്, പാപങ്ങളിൽ നിന്ന് നമ്മുടെ ജീവിതത്തെ മാറ്റി നിർത്താൻ, വെടിയുവാൻ, ഉപേക്ഷിക്കുവാൻ വിശ്വാസികൾ എന്ന നിലക്ക് നാം ഓരോരുത്തരും ബാധ്യതപ്പെട്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവർ. അതുകൊണ്ടാണ് മഹാനായ ഹബീബന സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്വാസി സമൂഹത്തോട് ആരാണ് മുഹാജിർ എന്ന് പഠിപ്പിക്കുന്നുണ്ട്. വൽ മുഹാജിറു മൻ ഹജറൽ ഖത്വായ വദ്ദുനൂബ്. തെറ്റുകളും പാപങ്ങളും ആരാണോ തൻ്റെ നിത്യജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നത്, ഉപേക്ഷിക്കുന്നത്, വെടിയുന്നത്,
അവനാണ് യഥാർത്ഥ മുഹാജിർ എന്നാണ്. നമുക്ക് ചുറ്റുഭാഗം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന തെറ്റുകുറ്റങ്ങളിൽ നിന്നും, പാപങ്ങളിൽ നിന്നും, തിന്മകളിൽ നിന്നും നമ്മുടെ മനസ്സിനെയും ശരീരത്തിനെയും മാറ്റി നിർത്താൻ, വെടിയാൻ, ഉപേക്ഷിക്കാൻ വിശ്വാസികളെ എനിക്കും നിങ്ങൾക്കും സാധ്യമാകുന്നുണ്ടോ? എങ്കിൽ നമ്മൾ ഓരോരുത്തരും മുഹാജിറിന്റെ കൂട്ടത്തിലാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് ഹബീബുന സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വൽ മുഹാജിറു മൻ ഹജറ മാ നഹല്ലാഹു അൻഹു. ആരാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല വിരോധിച്ചിട്ടുള്ള കാര്യങ്ങൾ അതിൽ നിന്ന് മാറി നിൽക്കുന്നത്, അവനാണ് യഥാർത്ഥ മുഹാജിർ എന്നാണ്. അപ്പോൾ നമ്മൾ മുഹാജിറാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നത്, ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. തീർച്ചയായും ആരാണോ തന്റെ മനസ്സിനെ പരിശുദ്ധമാക്കി നിർത്തുന്നത്, അവന് വിജയം കൈവരിക്കാൻ സാധിച്ചു എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, നമുക്ക് ദുനിയാവിൽ ആദർശമനുസരിച്ച്, ദീനനുസരിച്ചുകൊണ്ട് യഥാർത്ഥ മുഹാജിറായി ജീവിക്കാൻ സാധ്യമാകണ്ടേ? തീർച്ചയായും സാധ്യമാകേണ്ടതുണ്ട്. അതുകൊണ്ടാണ് അത് അഫ്ലഹ മൻ സക്കാഹ എന്ന ഈ ഒരു ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ മുഫസ്സിർ അബ്ദുറഹ്മാൻ അസ്സഅദി റഹിമഹുല്ലാഹ് തന്റെ തഫ്സീറിൽ ഇപ്രകാരം രേഖപ്പെടുത്തി വെക്കുന്നത്, طهر نفسه من الذنوب ونقاها من العيوب ورقاها بطاعة الله وعلاها بالعلم النافع والعمل الصالح. പാപങ്ങളിൽ നിന്ന് മനസ്സിനെ ശുദ്ധമാക്കുകയും മനസ്സിന്റെ ന്യൂനതകളിൽ നിന്ന് പരിഹരിച്ചുകൊണ്ട് മുന്നേറുകയും സർവശക്തനായ അള്ളാഹുവിന് കീഴ്പ്പെട്ടുകൊണ്ട് ആ മനസ്സിനെ വളർത്തി പ്രയോജനപ്രദമായ വിജ്ഞാനത്തിലൂടെ, സൽക്കർമ്മങ്ങളിലൂടെ അതിനെ ഉന്നതമാക്കുകയും ചെയ്തവൻ ആരാണോ അവനാണ് വിജയം കൈവരിച്ചവൻ എന്നാണ്. അങ്ങനെ വിജയം കൈവരിക്കാൻ നമുക്ക് സാധിക്കുമോ? എങ്കിൽ അവരാണ് മുഹാജിർ എന്ന വാക്കിനെ അന്വർത്ഥമാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിന്റെ അകത്തളങ്ങളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന കറകളെ ശുദ്ധമാക്കിയെടുക്കാൻ വിശ്വാസികൾ എന്ന നിലക്ക് നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. അല്ല, പക്ഷേ അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് കാരണം അവരുടെ ഹൃദയങ്ങളിൽ കറപുരണ്ടിരിക്കുകയാണ്, മലീമസമായിരിക്കുകയാണ്. ആ മലീമസമായ ഹൃദയത്തെ കളങ്കമില്ലാത്ത യഥാർത്ഥ മുഹാജിറുകൾ എങ്ങനെയാണോ ആദർശം കൊണ്ട്, തങ്ങൾക്ക് ഏൽപ്പിക്കപ്പെട്ട ദീന് കൊണ്ട്, ഉത്തരവാദിത്തങ്ങൾ കൊണ്ട്, അമാനത്തുകൾ കൊണ്ട് ശുദ്ധമാക്കിയെടുത്തത്, അതുപോലെ ശുദ്ധമാക്കിയെടുക്കാൻ വിശ്വാസികളെ എനിക്കും നിങ്ങൾക്കും സാധിക്കണ്ടേ? ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ തഫ്സീർ സഅദിയിൽ ഇപ്രകാരം രേഖപ്പെടുത്തുന്നുണ്ട്, പ്രിയപ്പെട്ടവരെ, തിന്മകളെ കുറിച്ചുള്ള താക്കീതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ആയത്തിലൂടെ മനുഷ്യർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറയാണ്, അത് ഹൃദയത്തെ മൂടിക്കളയുകയും ആ ഹൃദയത്തെ അല്പാൽപമായി കറപിടിച്ചതാക്കുകയും അങ്ങനെ അവന്റെ ഹൃദയത്തിന്റെ വെളിച്ചം അണച്ചു കളയുകയും ആ ഹൃദയത്തിന്റെ ഉൾക്കാഴ്ചയെ മരിപ്പിക്കുകയും ചെയ്യുന്നു. മാത്രമല്ല, അവന്റെ ഹൃദയത്തിന്റെ യാഥാർത്ഥ്യ ബോധത്തെ മറപ്പിച്ചു കളയുകയും സത്യത്തെ അസത്യമായി കാണുകയും അസത്യത്തെ സത്യമായി കാണുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു മുഹാജിറിൽ നിന്ന് മാറിപ്പോകുന്ന മനുഷ്യന്റെ ഉദാഹരണമെന്ന് പരിശുദ്ധ ഇസ്ലാം എന്നെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, ആ രൂപത്തിൽ നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ ശാരീരികമായ പ്രവർത്തന മേഖലകളെ യഥാർത്ഥ മുഹാജിറിന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വിശ്വാസികളെ നമുക്ക് സാധിക്കുമോ? ഒന്നിലും അങ്കലാപ്പില്ലാതെ, യാതൊരുവിധ ആശങ്കകളുമില്ലാതെ അള്ളാഹുവും അള്ളാഹുവിന്റെ പ്രവാചകനും തങ്ങളോട് എന്തെന്ന് കൽപ്പിച്ചുവോ അത് കൃത്യമായി ജീവിതത്തിൽ നിർവഹിച്ചവരാണ് യഥാർത്ഥ മുഹാജിറുകൾ, അല്ലേ? അതുകൊണ്ടാണ് മഹാനായ ശുഐബ് റൂമി റളിയല്ലാഹു അൻഹു, റോമക്കാരനാണ്, മക്കയിൽ വന്നിട്ടാണ് സമ്പന്നനായത്, വലിയ കച്ചവടക്കാരനാണ്. അദ്ദേഹം ഹിജ്റ പോവുകയാണ്, മുഹാജിറായി മദീനയിലേക്ക് ഹിജ്റ പോവുകയാണ്. ഹിജ്റ പോകുന്ന സന്ദർഭത്തിൽ മലമടക്കുകളിൽ വെച്ചുകൊണ്ട് മക്കാ മുശ്രിക്കുകൾ തടഞ്ഞു നിർത്തി, പിടിക്കപ്പെട്ടു. അദ്ദേഹത്തോട് മക്കാ മുശ്രിക്കുകൾ പറഞ്ഞു, അല്ലയോ ശുഐബ്, നീ റോമയിൽ നിന്ന് മക്കയിലേക്ക് വന്നപ്പോ ദരിദ്രനായിരുന്നു, മക്കയിൽ വന്ന് കച്ചവടം ചെയ്തിട്ടാണ് സമ്പന്നനായത്. ഈ സമ്പത്തുമായി നീ മദീനയിൽ പോയി അവിടെ നിന്റെ കൂടെയുള്ള ആളുകളെ ശക്തിപ്പെടുത്താനാണ് നീ ശ്രമിക്കാൻ പോകുന്നത്. അതുകൊണ്ട്
നീ നിന്റെ സമ്പാദ്യങ്ങൾ മുഴുവനും ഇവിടെ ഉപേക്ഷിക്കാൻ തയ്യാറാണെങ്കിൽ നിനക്ക് പോകാം. സഹോദരങ്ങളെ, നമുക്ക് എന്തായിരിക്കും മാനസികാവസ്ഥ? മഹാനായ ശുഐബ് റളിയല്ലാഹു അൻഹു മക്കക്കാരോട് പറഞ്ഞു, എങ്കിൽ ഞാൻ എങ്ങനെയാണോ റോമയിൽ നിന്ന് മക്കയിലേക്ക് വന്നത്, അതേപോലെ ഉടുതുണിക്ക് മറുതുണിയില്ലാതെ ഞാൻ മദീനയിലേക്ക് പോയാൽ നിങ്ങൾക്ക് ആക്ഷേപമില്ലല്ലോ. ഇക്കണ്ട കാലം വരെ ഞാൻ സമ്പാദിച്ച എന്റെ എല്ലാവിധ ഐശ്വര്യങ്ങളും സമ്പന്നതയും ഞാൻ നിങ്ങൾക്ക് വിട്ടേക്കുകയാണ്. ഞാൻ മദീനയിലേക്ക് പോവുകയാണ്. പറയാൻ കഴിയോ സഹോദരങ്ങളെ? അതാണൊരു മുഹാജിർ എന്ന് പറയുന്നത്. അതാണൊരു മുഹാജിർ എന്ന് പറയുന്നത്. മനസ്സിൽ ഒരു കുത്തുപോലുമില്ലാത്ത യഥാർത്ഥ കറകളഞ്ഞ മനുഷ്യനായി ജീവിക്കാൻ നമുക്ക് സാധിക്കുമോ സഹോദരങ്ങളെ? അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്നൽ അബ്ദ ഇദാ അഖതഅ ഖതീഅതൻ നുഖ്തത ഫീ ഖൽബിഹി നുഖ്തതൻ സൗദാ ഫഇദാ ഹുവ നസഅ വസ്തഅഫറ വതാബ സുഖില ഖൽബുഹു. ഒരടിമ ഒരു തെറ്റ് പ്രവർത്തിക്കുമ്പോൾ അവന്റെ ഹൃദയത്തിൽ ഒരു കറുത്ത കുത്ത് രേഖപ്പെടുത്തപ്പെടുന്നു. അവൻ അതിൽ നിന്ന് അവന്റെ മനസ്സിനെ നീക്കി തൗബയും ഇസ്തിഗ്ഫാറും അതിലേക്ക് കൊണ്ടുവരുമ്പോൾ അവന്റെ മനസ്സും ശരീരവും ശുദ്ധമാക്കപ്പെടുകയും ചെയ്യുന്നു എന്നാണ്. അതുപോലെ ശുദ്ധമായ രീതിയിൽ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ, അള്ളാഹുവിന്റെ ആദർശത്തെ ഹൃദയത്തിനോട് ചേർത്തു വെക്കാൻ, ഭൗതികമായ പ്രലോഭനങ്ങളും ലാഭേച്ഛയും പ്രതീക്ഷിക്കാതെ ജീവിതത്തെ മുന്നോട്ട് നയിക്കപ്പെടാൻ വിശ്വാസികളെ എനിക്ക് നിങ്ങൾക്ക് സാധിക്കുമോ? എങ്കിൽ അവരാണ് യഥാർത്ഥ മുഹാജിർ എന്ന് പരിശുദ്ധ ഇസ്ലാം എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ ഇസ്ലാമിലൂടെ അഹ്ലുൽ ഉലമാക്കൾ പറയുന്നത്, ഇന്നൽ അബ്ദ് ലിയുഹർരിമു റിസ്ക് ബിദ്ദംബി യുസീബുഹു. ഒരു അടിമ ചെയ്യുന്ന പാപം കാരണം അവന്റെ റിസ്ക്, ഉപജീവനം തടയപ്പെടും എന്നാണ്. അപ്പൊ നമ്മുടെ മുമ്പിൽ റിസ്ക് എന്താന്ന് ചോദിച്ചാൽ നമ്മൾ പറയുന്നത് എന്താ? അന്നപാനീയങ്ങൾ ഉണ്ടാവില്ല, നമ്മുടെ ജീവിതം കുടുസത ഉണ്ടാക്കുമെന്നാണ്. സഹോദരങ്ങളെ, അതൊരു ഭാഗമാണെങ്കിലും മഹാരഥന്മാരായ അഹ്ലുൽ ഉലമാക്കൾ ഇവിടെ പറഞ്ഞ ആ റിസ്ക് എന്ന കലിമത്തിനെ വിശദീകരിച്ചുകൊണ്ട് അവർ പറയുന്നത്, അതിൽ ആ റിസ്കിൽ ആ മനുഷ്യന്റെ സമ്പത്ത്, അവന്റെ ആരോഗ്യം, ഇണകൾ, മക്കൾ, വീട്, അവന്റെ വാഹനം, അവന്റെ ദീന്, അവന്റെ ഇൽമ് ഒക്കെ ഈ റിസ്കിന്റെ പരിധിയിൽ വിടും. എന്നു മാത്രമല്ല, ഒരു മനുഷ്യന്റെ ഹൃദയങ്ങളുടെ റിസ്ക്കായ സന്മാർഗവും ജീവിത വിശുദ്ധിയും കൂടി അതിൽ ഉൾപ്പെടുമെന്ന. ഇതൊക്കെ നഷ്ടമാവും. ഈ ദുന്യവിയായ ലാഭേച്ഛയ്ക്ക് വേണ്ടി ജീവിക്കുകയാണെങ്കിൽ ഈ പറയപ്പെട്ട എല്ലാവിധ സൗഭാഗ്യങ്ങളും ആ മനുഷ്യന്റെ ജീവിതത്തിൽ നിന്നും അള്ളാഹു എടുത്തു മാറ്റുമെന്നാണ് പരിശുദ്ധ ഇസ്ലാം എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നത്. സഹോദരങ്ങൾ, പലപ്പോഴും നമ്മൾ നമ്മളോട് തന്നെ വേവലാതി പറയാറുണ്ട്. ബർക്കത്ത് കിട്ടുന്നില്ല നമ്മൾ പലപ്പോഴും പറയാറില്ലേ? എന്താ അതിന് കാരണം സഹോദരങ്ങളെ? മഹാനായ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, ഫലാ തജിദ് അഖല്ല ബറകത ഫി ഉംരിഹി വദീനഹു വദുനിയാഹു മിമ്മൻ അസല്ലാഹ് വമാ മുഹഖഖൽ ബറക മിനൽ അർദ് ഇല്ലാ ബിമആസിൽ ഹഖ്. അല്ലാഹു പറഞ്ഞതിന് എതിര് പ്രവർത്തിക്കുന്നവൻ ആരാണോ അവന്റെ ആയുസ്സിൽ ബർക്കത്തില്ല, അവന്റെ ദീനിയായ ജീവിതത്തിൽ ബർക്കത്തില്ല, അവന്റെ ദുന്യവിയായ മഈശത്തിൽ ബർക്കത്തുണ്ടാവുകയില്ല എന്ന് അദ്ദേഹം കൃത്യമായിട്ടാണ് സഹോദരങ്ങൾ പഠിപ്പിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഒരു സൃഷ്ടിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന തിന്മകൾ കൊണ്ടല്ലാതെ ഭൂമിയിൽ ആ മനുഷ്യന്റെ ജീവിതത്തിൽ ബർക്കത്ത് നഷ്ടപ്പെടാൻ കാരണമാവുകയില്ല എന്നാണ് പരിശുദ്ധ ഇസ്ലാം എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, മഹാനായ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞ, തീർച്ചയായും തിന്മകൾ, പാപങ്ങൾ ആ മനുഷ്യന്റെ ജീവിതത്തിൽ ലഭിക്കുന്ന അനുഗ്രഹങ്ങളുടെ മേലുള്ള തീക്കട്ടയാണ് എന്നാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, തീ വിറകിനെ തിന്നു തീർക്കുന്നത് പോലെ ഒരു മനുഷ്യൻ നിർവഹിക്കുന്ന തിന്മകൾ കാരണം അവന്റെ അനുഗ്രഹങ്ങളെ ഇല്ലായ്മ ചെയ്യപ്പെടുമെന്നാണ് പരിശുദ്ധ ഇസ്ലാം പ്രിയപ്പെട്ടവരെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് വേണം യഥാർത്ഥ ഒരു മുഹാജിറായി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. യഥാർത്ഥ ഒരു ഹിജറയുടെ പാഠം ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ പറ്റണം. എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഹിജറ എന്ന് പറയുന്നത്? അത് ചുറ്റുഭാഗം നടക്കുന്ന തിന്മകളിൽ നിന്നും, തെറ്റുകുറ്റങ്ങളിൽ നിന്നും, പാപങ്ങളിൽ നിന്നും നമ്മുടെ മനസ്സിനെയും ശരീരത്തിനെയും രക്ഷപ്പെടുത്തുക എന്നതാണ്. അതുകൊണ്ടാണ് മഹാനായ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞത്, മൻ അറാദ ആഫിയത്തുൽ ജിസ്ം, നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ശാരീരികമായ ആഫിയത്ത്, സൗഖ്യം ആഗ്രഹിക്കുന്നു, ഉദ്ദേശിക്കുന്നുവെങ്കിൽ, വമൻ അറാദ ആഫിയത്തുൽ ഖൽബ്, ഇനി ആരെങ്കിലും ഒരാൾ തന്റെ മനസ്സുകൊണ്ടുള്ള സൗഖ്യം
ഐശ്വര്യം ആഗ്രഹിക്കുകയാണ്, ഉദ്ദേശിക്കുകയാണെങ്കിൽ അവന്റെ ജീവിതത്തിൽ നടമാടുന്ന തിന്മകളെ അവൻ മാറ്റി നിർത്തട്ടെ എന്നാണ് അദ്ദേഹം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. സഹോദരങ്ങളെ, ആ ഒരു ജീവിതമാണ് ഞാൻ നിങ്ങൾ കെട്ടിപ്പടുക്കേണ്ടത്. പലപ്പോഴും നമ്മൾ നമ്മളോട് തന്നെ പറയുന്ന ഒരു സങ്കടം എന്തറിയോ, വിലാപം എന്നറിയോ, ഞാൻ കുറെ ഇബാദത്തുകൾ ചെയ്യുന്നുണ്ട്, പക്ഷേ അതിന്റെ മാധുര്യം നുകരാൻ, ആസ്വദിക്കാൻ, അനുഭവിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല എന്നാണ് നമ്മളെപ്പോഴും പരാതി പറയുന്നത്. എങ്കിൽ സഹോദരങ്ങളെ, അതിന്റെ കാരണത്തെക്കുറിച്ചാണ് മഹാനായ ഇമാം യഹ്യ ബിൻ മുആദ് റഹിമഹുള്ള പറയാണ്, രോഗത്തിന്റെ സന്ദർഭത്തിൽ രോഗി ഭക്ഷണം കഴിക്കുന്നുണ്ട്, പക്ഷേ ആ ഭക്ഷണത്തിന് രുചി അനുഭവിക്കാൻ ആ രോഗിക്ക് സാധിക്കുകയില്ല. അതുപോലെയാണ് പാപങ്ങൾ ചെയ്തുകൊണ്ട് തിന്മകൾ പ്രവർത്തിക്കുന്ന മനുഷ്യൻ ഒരുപാട് ഇബാദത്തുകൾ അനുഷ്ഠിക്കുന്നുണ്ട്, പക്ഷേ അയാളുടെ ഹൃദയത്തിൽ, മനസ്സിൽ ആ ഇബാദത്തിന്റെ മാധുര്യം ആസ്വദിക്കാൻ, അനുഭവിക്കാൻ കഴിയുന്നില്ല എന്നതാണ് സഹോദരങ്ങൾ. അതുകൊണ്ട് നമ്മൾ യഥാർത്ഥ മുഹാജിറാകണമെന്നാണോ ആഗ്രഹിക്കുന്നത് എങ്കിൽ ഇത്തരത്തിലുള്ള തിന്മകളിൽ നിന്നും, തെറ്റുകുറ്റങ്ങളിൽ നിന്നും, പാപങ്ങളിൽ നിന്നും വിശ്വാസികളായി നമ്മൾ മാറി നിൽക്കണമെന്നാണ് പരിശുദ്ധ ഇസ്ലാം നമ്മളോട് ആവശ്യപ്പെടുന്നത്. അത്തരത്തിലുള്ള എല്ലാവിധ തിന്മകളിൽ നിന്നും, തെറ്റുകുറ്റങ്ങളിൽ നിന്നും, പാപങ്ങളിൽ നിന്നും നമ്മെയും നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും രക്ഷപ്പെടുത്തി ഏറ്റവും നല്ല ഉദാത്തമായ അള്ളാഹുവും റസൂലും പഠിപ്പിച്ച രീതിയിലുള്ള ആദർശം മുറുകെ പിടിച്ചുകൊണ്ട് ദീനിയായ ജീവിതത്തിന്റെ ഉടമകളായി ജീവിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ ചിന്തകളിലേക്ക്, നമ്മുടെ പ്രവർത്തനങ്ങളിലേക്ക് പാപങ്ങൾ കടന്നു വരാത്ത വിധത്തിലുള്ള ഈമാനികമായ ഒരു കെട്ടുറപ്പ്, ഒരു യഖീൻ നമ്മുടെ ജീവിതത്തിൽ, ചിന്തകളിൽ നേടിയെടുക്കുന്ന ഒരവസ്ഥ വിശ്വാസികളായി നമുക്കുണ്ടാകണം. എങ്കിൽ ആ ആളുകൾ ഇസ്ലാം പരിചയപ്പെടുത്തിയ വാക്കെന്തെന്ന് സഹോദരങ്ങളെ, മുഹാജിർ എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അദൃശ്യമായ നിലയിൽ ഭയപ്പെട്ടുകൊണ്ട് അത്തരത്തിലുള്ള തിന്മകളിൽ നിന്നും, തെറ്റുകുറ്റങ്ങളിൽ നിന്നും, പാപങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ വിശ്വാസികളെ നമുക്ക് സാധിക്കണം. അങ്ങനെ മനസ്സിന് കടിഞ്ഞാനിട്ടുകൊണ്ട് മുറുകെ പിടിച്ചുകൊണ്ട് യഖീനോടുകൂടി ജീവിക്കുകയാണെങ്കിൽ ലഹും മഅഫിറത്തുൻ വഅജ്റുൻ കബീർ, അങ്ങനെ ജീവിക്കുന്ന ആളുകൾക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പാപമോചനം ഒരുക്കി വെച്ചിട്ടുള്ളത്. അവർ പ്രതീക്ഷിക്കാത്ത രൂപത്തിലുള്ള വലിയ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്നാണ് പരിശുദ്ധ ഖുർആനിലൂടെ പ്രിയപ്പെട്ടവരെ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇമാം ഇബ്നുൽ ജൗസി റഹിമഹുള്ള പറഞ്ഞത്, ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ രഹസ്യ മേഖലകളിൽ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുക. കാരണം രഹസ്യ ജീവിതം ശരിയാകാത്ത ഒരു മനുഷ്യന് അവന്റെ പരസ്യ ജീവിതം കൊണ്ട് ഒരു പ്രയോജനം ലഭിക്കുന്നില്ല എന്നാണ്. പരസ്യമായ ജീവിതം ഒരാൾക്ക് കാണുമ്പോൾ ഒരുപാട് ഇബാദാത്തുകൾ, അമലുസ്വാലിഹാത്തുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ അയാൾ മാത്രമാകുന്ന ഒരു ലോകത്തേക്ക് പ്രവേശിക്കുമ്പോൾ അള്ളാഹു എന്റെ കൂടെയുണ്ട് എന്ന വിചാരം പോലും ഇല്ലാത്ത വിധത്തിൽ തിന്മകളിലേക്ക്, തെറ്റുകുറ്റങ്ങളിലേക്ക്, പാപങ്ങളിലേക്ക് അവന്റെ മനസ്സും അവന്റെ ശരീരവും പ്രവേശിക്കുന്നതായി അനുഭവപ്പെടും. സഹോദരങ്ങളെ, പാടില്ല. അതുകൊണ്ടാ പ്രിയപ്പെട്ടവരെ മഹാനായ ഇമാം സഹ്നൂൻ റഹിമഹുള്ള പറഞ്ഞത്, ഇയ്യാക അൻ തകൂന അദുവൻ ലിഇബ്ലീസ് ഫിൽ അലാനിയതി സ്വദീഖൻ ലഹു ഫിസ്സിർ. പരസ്യ ജീവിതത്തിൽ നീ ഇബ്ലീസിന്റെ, പിശാചിന്റെ ശത്രുവാകുന്നത് നീ സൂക്ഷിക്കണം. രഹസ്യ ജീവിതത്തിൽ അവൻ നിന്റെ കൂട്ടുകാരനായിരിക്കെ. എന്നിട്ട് മഹാനായ ബിലാൽ ഇബ്നു സഅദ് റഹിമഹുള്ള പറയാണ്, സഹോദരങ്ങളെ, ലാ തകുൻ വലിയല്ലാഹ് ഫിൽ അലാനിയതി വഅദുഹു ഫിസ്സരീർ. പരസ്യ ജീവിതത്തിൽ നീ അല്ലാഹുവിന്റെ മിത്രമാവുകയും രഹസ്യ ജീവിതത്തിൽ നീ അല്ലാഹുവിന്റെ ശത്രുവായി ജീവിക്കുകയും ചെയ്യരുത് എന്നാണ്. രണ്ട് ജീവിതത്തിലും അല്ലാഹുവാകണം നമ്മുടെ കൂട്ടുകാരൻ. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള തിന്മകളിൽ നിന്നെല്ലാം മാറി നിന്നുകൊണ്ട് യഥാർത്ഥ മുവഹിദായി ജീവിക്കാൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കണം. സഹോദരങ്ങൾ, നമ്മൾ ജനങ്ങളെ ഭയപ്പെട്ടുകൊണ്ടാണ് ജീവിക്കുന്നത്. അതുകൊണ്ടാണ് മഹാനായ ഇമാം ഇബ്നുൽ അറാബി റഹിമഹുള്ള പറയാണ്, ജനങ്ങളുടെ മുമ്പിൽ സൽക്കർമ്മങ്ങൾ പരസ്യമാക്കുകയും എന്നാൽ അവന്റെ കണ്ടനാടിയേക്കാൾ അവനുമായി അടുത്തുള്ള അള്ളാഹുവിന്റെ മുമ്പിൽ വൃത്തികേടുകൾ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നവനാണ് മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും നാശം പിടിച്ചവരെന്ന്
പരിശുദ്ധ ഇസ്ലാം എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാ അള്ളാന്റെ ഒരു ചോദ്യം ഉണ്ട് ഖുർആനിൽ, മനുഷ്യരെ നിങ്ങൾ ജനങ്ങളെയാണോ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നത്? എന്നിട്ട് അള്ളാഹു ചോദിക്കുകയാണ്, എന്നാൽ നിങ്ങൾ ഭയപ്പെടേണ്ടവൻ ഏറ്റവും അർഹതയുള്ളത് അള്ളാഹുവിനെയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസികളാകാമെന്ന് പരിശുദ്ധ ഇസ്ലാം പ്രിയപ്പെട്ടവരെ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും ആ ഒരു ചിന്ത ഉണ്ടാകണം. ഞാൻ യഥാർത്ഥ മുഹാജിറാണോ? ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ശരീരത്തിനോട് എൻ്റെ ഹൃദയത്തിനോട് ഹിജ്റ ചെയ്തുകൊണ്ടിരിക്കുന്നവനാണോ എന്ന ഒരു ചിന്ത, ആലോചന വിശ്വാസികളായി നമുക്ക് ഉണ്ടാകണമെന്നാണ് പരിശുദ്ധ ഇസ്ലാം പ്രിയപ്പെട്ടവരെ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നത്. അങ്ങനെ എല്ലാ മേഖലകളിലും സംഭവിക്കാനിരിക്കുന്ന തെറ്റുകുറ്റങ്ങളിൽ നിന്നും തിന്മകളിൽ നിന്നും പാപങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ വിശ്വാസികളെ നമുക്ക് സാധിക്കണം. സഹോദരങ്ങളെ, ഇന്ന് തന്നെ 2 അപകടത്തിന്റെ വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്നും നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ ആദർശ സഹോദരൻ ഷേഖ് സാഹിബിന്റെ മരണ വാർത്തയാണ്. ദഅവത്തിന് വേണ്ടി പോയിക്കൊണ്ടിരിക്കുന്ന ഇടയിലാണ് ആക്സിഡന്റ് സംഭവിക്കുന്നത്, മരണപ്പെടുന്നത്. അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. സഹോദരങ്ങൾ നോക്ക്, നിങ്ങൾ ആ ഒരു വിളി ഈ ഇരിക്കുന്ന എനിക്കും നിങ്ങൾക്കും വരില്ല എന്ന് എന്ത് ഉറപ്പാണ് നമുക്കുള്ളത്? അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ യഥാർത്ഥ മുഹാജിറാവുക. ഇന്ന് രാവിലെ നമ്മുടെ ജാമിയ അൽ ഹിന്ദിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ നമ്മുടെ കാഞ്ഞങ്ങാട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, നമുക്കൊക്കെ അറിയുന്നത് അബ്ദുൽ സത്താസ്, അദ്ദേഹത്തിന്റെ മകൻ വാരിസ് അപകടത്തിൽപ്പെട്ട് ഇന്ന് കോട്ടക്കൽ അൽമാസിൽ വെച്ചിട്ട് സർജറി നടക്കുക. ആലോചിക്കുക സഹോദരങ്ങളെ, ഇങ്ങനൊരു പ്രയാസം നമ്മുടെ ജീവിതത്തിലേക്ക് വരൂലാന്ന് എന്ത് ഉറപ്പാണ് പ്രിയപ്പെട്ടവർ നമുക്കുള്ളത്? അതുകൊണ്ട് ഏത് നിമിഷവും എൻ്റെ റബ്ബ് എന്നെ തിരിച്ചു വിളിക്കും. എൻ്റെ മനസ്സുകൊണ്ടും ഞാൻ ശുദ്ധനാകണം, എൻ്റെ ശാരീരികമായ പ്രവർത്തനങ്ങൾ കൊണ്ടും കളങ്കമില്ലാത്തൊരു ജീവിതം എനിക്കുണ്ടാകണം. അങ്ങനെയാണോ നമുക്ക് മുഹാജിറുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ സാധിക്കുമെന്നാണ്. ആ രൂപത്തിൽ നമ്മുടെ ജീവിതത്തെയൊക്കെ ഒന്ന് ക്രമപ്പെടുത്താൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കണം. ഇന്ന് ലോക ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കപ്പെടുകയാണ്. അതിന്റെ ഭാഗമായി നമ്മളും മാറേണ്ടതുണ്ട്. കാരണം 1400 വർഷങ്ങൾക്ക് മുമ്പ് ഈ ലോകത്ത് ഏറ്റവും വലിയ ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് താക്കീത് നൽകിയ മതം ഇസ്ലാമാണ് പ്രിയപ്പെട്ടത്. ആ ഇസ്ലാമിന്റെ വചനങ്ങൾ അതേപോലെ ഏറ്റെടുക്കാൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കണം. അതിന്റെ വക്താക്കളായി മാറുക. ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെറിയൊരു അംശം പോലും നമ്മുടെ ജീവിതത്തിൽ, അത് ബീഡിയായിട്ടോ സിഗരറ്റായിട്ടോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരംശം പോലും യഥാർത്ഥ മുഅ്മിനീങ്ങളായ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്ന ഒരു നിയ്യത്ത് വിശ്വാസികളെ നമുക്ക് ഉണ്ടാകണമെന്നാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മാനസികമായ അവസ്ഥകളിൽ തിന്മകൾ വരാതെ, തെറ്റുകുറ്റങ്ങൾ സംഭവിക്കാതെ, പാപങ്ങളിൽ നിന്നും അകന്നു നിന്നുകൊണ്ട് പരിശുദ്ധമായ ജീവിതം കെട്ടിപ്പടുത്താൻ, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി, ആദർശത്തിന് വേണ്ടി ജീവിതത്തെ ഒഴിഞ്ഞു വെച്ച പ്രിയപ്പെട്ട മുഹാജിറുകളുടെ പ്രവർത്തനങ്ങളുമായി യോജിക്കാൻ, അത്തരത്തിലുള്ള ആളുകൾ തിരഞ്ഞെടുത്ത മാർഗങ്ങൾ തിരഞ്ഞെടുക്കാൻ കഴിയുന്ന മുത്തഖീങ്ങളിൽ മുവഹിദീങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ പാപങ്ങൾ, തെറ്റുകുറ്റങ്ങൾ, അബദ്ധങ്ങൾ, അപാകതകൾ റഹ്മാനായ റബ്ബ് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നാളൊരു കൂട്ട നരകത്തിലേക്ക് മറ്റൊരു കൂട്ട സ്വർഗത്തിലേക്കും അനയിക്കപ്പെടുമ്പോൾ സ്വർഗാവകാശികളായ മുത്തഖീങ്ങളിൽ മുവഹിദീങ്ങളിൽ റഹ്മാനായ റബ്ബ് നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്നും അല്ലാഹു നേരത്തെ തിരിച്ചു വിളിച്ച നമ്മുടെ പ്രിയപ്പെട്ട വാത്സല്യനിധികളായ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കൂട്ടുകുടുംബങ്ങൾ, വിശ്വാസികൾ, പ്രബോധകന്മാർ, പണ്ഡിതന്മാർ, നേതാക്കന്മാർ, ഇവരുടെ എല്ലാവരുടെയും കബറിടങ്ങൾ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ആ കബറിടത്തിൽ അള്ളാഹു പ്രകാശം നിറക്കുമാറാകട്ടെ. അവരെയും നമ്മെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഈ ഒരു പ്രദേശത്ത് നിന്റെ ദീന് പറയാൻ, നിന്റെ ആദർശം ഉറക്കെ പ്രഖ്യാപിക്കാൻ, പ്രവാചകന്റെ ചര്യകൾ പഠിപ്പിച്ചു കൊടുക്കാൻ ഒരു പള്ളി നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. ആ പള്ളിയുടെ മുന്നിലും പിന്നിലും ശാരീരികമായ, മാനസികമായ, സാമ്പത്തികമായ അധ്വാനങ്ങളും പരിശ്രമങ്ങളും അശ്രാന്തമായി നിർവഹിക്കുന്ന ഒട്ടനവധി നിഷ്കളങ്കരായ ആളുകളുണ്ട്. അവർക്ക് നീ മബ്റൂറും മഖ്ബൂലുമായ പ്രതിഫലം പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ റബ്ബേ. അവരുടെ അധ്വാനം നീ സ്വീകരിക്കണേ റബ്ബേ. ആ അധ്വാനത്തിന്റെ ഫലം നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഏറ്റവും ഉന്നതമായ സ്ഥാനം പ്രദാനം ചെയ്ത് നീ അനുഗ്രഹിക്കണം റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ ചെറുതും വലുതുമായ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന
ആളുകളുണ്ട്. അവരുടെ എല്ലാവിധ രോഗങ്ങളും നീ ശിഫയാക്കി കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ ചെറുതും വലുതുമായ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, കടങ്ങൾ കൊണ്ട് ഞെരുക്കം അനുഭവിക്കുന്ന ആളുകളുണ്ട്. അവരുടെ എല്ലാവിധ പ്രയാസങ്ങളും നീ ദൂരീകരിക്കണേ റബ്ബേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك سميع قريب مجيب الدعوات. اللهم اعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداء الدين وانصر عبادك الموحدين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين ورحمتك يا أرحم الراحمين.